എല്ലാ ഉപഭോക്താക്കളും തങ്ങളുടെ വരുമാനം കൃത്യമായിട്ട് വളരെ യുക്തിഭദ്രമായിട്ട് ചിലവ് ചെയ്തുകൊണ്ട് സാധന സേവനങ്ങൾ വാങ്ങിക്കുന്നു. അതിൽ നിന്ന് വലിയ തോതിലുള്ള സംതൃപ്തി അവർക്ക് ലഭിക്കുന്നു. ഇങ്ങനെ അവരുടെ ഉപഭോഗ പ്രവണതകൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് പൊതുവായിട്ടുള്ളൊരു ധാരണ. എന്നാൽ യഥാർത്ഥത്തിൽ കൺസ്യൂമർ റാഷണലാണോ? ഇത് പരിശോധിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്യൂമർ ബിഹേവിയറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള സിദ്ധാന്തങ്ങളാണ് +2 സാമ്പത്തിക ശാസ്ത്രത്തിൽ മൈക്രോ എക്കണോമിക്സിലെ 2ാമത്തെ ചാപ്റ്ററായിട്ടുള്ള തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ പരിശോധിക്കുന്നത്. നമ്മുടെ ക്ലാസ് റൂമിൽ ഇതിനു മുൻപ് 3 ഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് 4ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഈ ചാപ്റ്ററിലാണ് ഇതിന് മുന്നേ നടന്ന 3 ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആരാണ് കൺസ്യൂമർ എന്നുള്ളതും കൺസംഷൻ ബണ്ടിലും കൺസംഷൻ എന്ന് പറയുന്നതും അല്ലേ. പിന്നീട് യൂട്ടിലിറ്റി, അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. പിന്നീട് വരുമ്പോൾ നമ്മളവിടെ ഡിമാൻഡും ലോ ഓഫ് ഡിമാൻഡും അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മളിതിന് മുൻപ് 3 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഉള്ള 3 ക്ലാസ്സുകൾ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകും നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഉപയുക്തത, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റും, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് നമുക്കതിനെ എടുക്കാൻ സാധിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൽഫ്രഡ് മാർഷലിൻ്റെ. അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അങ്ങനെ പറയുന്നതൊക്കെയാണ് പറഞ്ഞു വന്നിരുന്നത്. എന്നാൽ രണ്ടാമതൊരു അപ്രോച്ച്, ഒരു അനാലിസിസ് പറഞ്ഞിരുന്നു, അവിടെ സൂചിപ്പിച്ചു വെച്ചിരുന്നു, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. 1 കിലോ ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 50 യൂണിറ്റാണ്. അങ്ങനെ പറയാൻ സാധിക്കുമോ? അങ്ങനെ പറയുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് അല്ലേ നോർമൽ ലൈഫിൽ. പക്ഷേ ഒരേ സമയം നമുക്ക് ആപ്പിൾ കഴിക്കുമ്പോഴും ഓറഞ്ച് കഴിക്കുമ്പോഴും അതിൽ നിന്ന് ലഭിക്കുന്ന ഉപയുക്തതയെ നമുക്ക് ഓർഡർ ചെയ്യാം. 1 കിലോ ആപ്പിൾ കഴിച്ചു അല്ലെങ്കിൽ 1 കിലോ ഓറഞ്ച് കഴിക്കുന്നു, ഇതിൽ നിന്ന് ഏതിൽ നിന്നാണ് കൂടുതൽ ഉപയുക്തത ലഭിച്ചത്? ഓർഡർ ചെയ്യാം. ഇങ്ങനെ ഉപയുക്തതയെ ഓർഡർ ചെയ്യുന്നതിനെയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ റാങ്ക് ചെയ്യാൻ സാധിക്കും അല്ലേ. ഉപയുക്തതയെ നമ്മൾക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യും. അതാണ് JR ഹിക്സ് മുന്നോട്ട് വെച്ചത്, ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നോർമൽ ലൈഫിൽ നമ്മൾ ഉപഭോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ നിന്നൊക്കെയുള്ള ഉപയുക്തത എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്ത് ഇത്ര യൂണിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടല്ല ഒരു ഉപഭോക്താവിൻ്റെ പെരുമാറ്റം. പക്ഷേ യഥാർത്ഥത്തിൽ ആ പെരുമാറ്റത്തെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെരുമാറ്റം ഓർഡർ ചെയ്തുകൊണ്ടാണോ, ഈ സാധനം എടുക്കുമ്പോഴാണോ ഈ ഒരു സാധനം എടുക്കുമ്പോഴാണോ കൂടുതൽ ഉപയുക്തത ലഭിക്കുന്നത് എന്ന് അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കൺസംഷൻ ബിഹേവിയറാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് കാര്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. വി ക്യാൻ ഓർഡർ ദ യൂട്ടിലിറ്റി, വി ക്യാൻ റാങ്ക് ദ യൂട്ടിലിറ്റി ഫ്രം കൺസംഷൻ ബണ്ടിൽ. നമ്മൾ ഉപഭോഗം ചെയ്യുന്ന സാധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉപയുക്തതയെ കൂടുതൽ ഇതിൽ നിന്ന് കുറവ്, അതിൽ നിന്ന് അതിനേക്കാൾ കുറവ്, അങ്ങനെ പറയുന്ന ഓർഡർ ചെയ്യാം. ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയം തന്നെ നമുക്ക് ലഭിക്കുന്ന ഉപയുക്തത, ഒരു കൺസംഷൻ ബണ്ടിലുകൾ നോക്കുക. എ എന്ന് പറയുന്ന ഒരു കൺസംഷൻ ബണ്ടിൽ. കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത് എനി കോമ്പിനേഷൻ ഓഫ് 2 കമ്മോഡിറ്റീസ് എന്നാണല്ലോ പറയുന്നത്. ഇവിടെ എക്സ്, വൈ എന്ന് പറയുന്ന 2 കമ്മോഡിറ്റിയാണ്. സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണല്ലോ ഒരു ഉപഭോക്താവിൻ്റെ 2 വസ്തുക്കൾ മാത്രം എടുക്കുന്നത്. ഒരു ഉപഭോക്താവ് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് ഉപഭോഗം ചെയ്യുന്നുണ്ട്, സാധനങ്ങളും സേവനങ്ങളും. പക്ഷെ നമ്മളിവിടെ ഒരു തിയറി കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 സാധനങ്ങൾ മാത്രം എടുക്കുന്നത്, എക്സും വൈയും എന്ന് പറയുന്നത്. ഈ എക്സ് എന്ന് പറയുന്നത് ആപ്പിൾ ആണെന്ന് സങ്കല്പിക്കുക, വൈ എന്ന് പറയുന്നത് ഓറഞ്ചും. ഒരു കോമ്പിനേഷനാണിത്, എക്സ് വൈ. അദ്ദേഹം അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ബി എന്ന് പറയുന്ന മറ്റൊരു കോമ്പിനേഷൻ ഉണ്ട്. ഞാനിവിടെ x1 y1 എന്ന് കൊടുത്തു, മറ്റൊരു കോമ്പിനേഷനാണ്. ഈ 2 കോമ്പിനേഷനിൽ നിന്നും ഈ എയും ബിയും, ഈ 2 കൺസംഷൻ ബണ്ടിലുകളിൽ നിന്നും ഇദ്ദേഹത്തിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സെയിം ആണെന്ന് വെക്കുക. ഈ എ എന്ന് പറയുന്ന കൺസംഷൻ ബണ്ടിൽ വാങ്ങി ഉപയോഗിക്കുമ്പോഴും ബി എന്ന് പറയുന്ന കൺസംഷൻ ബണ്ടിൽ വാങ്ങി ഉപഭോഗം നടത്തുമ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്ന സംതൃപ്തി സെയിം ആണെന്ന് വെക്കുക, തുല്യമാണെന്ന് വെക്കുക. ഉപയുക്തത
തുല്യമാണ് ഈ രണ്ട് എയിൽ നിന്നും ബിയിൽ നിന്നും കൺസംഷൻ ബണ്ടിൽ നിന്ന് ലഭിക്കുന്നത് എങ്കിൽ അവിടെ ഉപഭോക്താവ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളിടത്ത് ചെറിയൊരു ആശങ്കയുണ്ടാവും. അവിടെ ഒരു ഇൻഡിഫറൻ്റ് ആവും അല്ലേ, ഒന്ന് ഉദാസീനനാവും, ഒന്ന് നിസ്സംഗത അവിടെ വരും. ഇവിടെ ഇത്തരത്തിൽ ഇങ്ങനെ ഏത് സെലക്ട് ചെയ്യണം എന്ന് കരുതിക്കൊണ്ട് ഉപഭോക്താവ് നിൽക്കുന്ന ആ സമീപനമാണ് ഇൻഡിഫറൻ്റ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻ്റ് ആവുക, ഉപഭോക്താവ് ഇൻഡിഫറൻ്റ് ആവുക. അവിടെ ഒരു ഇൻഡിഫറൻ്റ്, ഒരു ഡിഫറൻ്റ് ആക്കാൻ സാധിക്കുന്നില്ല. എ ബിയേക്കാൾ മെച്ചപ്പെട്ടതാണ് അല്ലെങ്കിൽ ബി എയേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡിഫറൻ്റ് ആക്കാൻ സാധിക്കുന്നില്ല. ഒരു ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡ് അവിടെ വരികയാണ്. ഇവിടെ ഈ ഒരു കൺസംഷൻ ബണ്ടിലെ ഇൻഡിഫറൻ്റ് ബണ്ടിൽ എന്നുള്ളത് പറയാൻ പറ്റും അല്ലേ. അവിടെ ഉപഭോക്താവ് ഇൻഡിഫറൻ്റ് ആയിരിക്കുക. എ ബി എന്ന് പറയുന്നത് പോലെ തന്നെ ഉപഭോക്താവിൻ്റെ മുന്നിൽ ഇൻഡിഫറൻ്റ് ആകുന്ന കുറേ കൺസംഷൻ ബണ്ടിലുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഉപഭോക്താവ് തീർച്ചയായിട്ടും ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു ആശങ്കയിലേക്ക് ആയിപ്പോകും. എന്താണ് അപ്പോൾ ഇൻഡിഫറൻ്റ് എന്ന് പറയുന്നത്? ആൻ ഇൻഡിഫറൻസ് റെപ്രസെൻറ്റ്സ് ദോസ് കോമ്പിനേഷൻസ് which give the same amount of satisfaction to the consumer and he is therefore indifferent between them. എന്താ പറയുന്നത്? an indifference represents, ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദോസ് കോമ്പിനേഷൻസ്, രണ്ട് കോമ്പിനേഷൻ ഇവിടെ നമ്മൾ പറഞ്ഞു എയും ബിയും എന്ന് പറയുന്നത്, വിച്ച് ഗീവ് ദ സെയിം എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, എയിൽ നിന്നും ബിയിൽ നിന്നും ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ തുല്യമാണ് ടു ദ കൺസ്യൂമർക്ക്. ആൻഡ് ഹീ ഈസ് ദെർഫോർ ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ദം. ആ രണ്ടെണ്ണത്തിൽ എ എടുക്കണോ ബി എടുക്കണോ എന്ന ഒരു ആശങ്ക, ഒരു നിസ്സംഗത അവിടെ സമീപനം ഉണ്ടാകുമ്പോൾ അതാണ് ഇൻഡിഫറൻസ് എന്നുള്ളത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ ചില ന്യൂമറിക്കലായിട്ട് തന്നെ ചില കോമ്പിനേഷൻസ് ഇവിടെ എടുക്കാൻ നോക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ ബി സി ഡി ഇ ഇങ്ങനെ 5 കോമ്പിനേഷൻസ് എടുക്കുക. ആപ്പിളും ഓറഞ്ചും തന്നെ. ആപ്പിൾ എന്ന് പറയുന്നത് 1 യൂണിറ്റ്, ഓറഞ്ച് എന്ന് പറയുന്നത് 11 യൂണിറ്റ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന മൊത്തം സാറ്റിസ്ഫാക്ഷൻ ഒരളവുണ്ടായിരിക്കുമല്ലോ. അത് ഇത്രയാണെന്ന് മെഷർ ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ അത് കമ്പയർ ചെയ്യണമെങ്കിൽ ബി എന്ന് പറയുന്നതിൽ 2 യൂണിറ്റ് ആപ്പിൾ, അങ്ങനെ ആകുമ്പോൾ 17 യൂണിറ്റ് ഓറഞ്ച്. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ തുല്യമാണെന്ന് സങ്കല്പിക്കുക. മൂന്നാമത്തേതിലേക്ക് വരുമ്പോൾ ആപ്പിൾ 3 എണ്ണം ആകുന്നു, ഓറഞ്ച് 4 എണ്ണമായിട്ട് വീണ്ടും കുറയുന്നു. ദെൻ നാലാമത്തേതിലേക്ക് വരുമ്പോൾ ആപ്പിളിൻ്റെ അളവ് കൂടുന്നു, ഓറഞ്ചിൻ്റെ അളവ് കുറയുന്നു. അഞ്ചാമത്തേതിലേക്ക് ഇങ്ങനെ, ഇതൊരു സാങ്കല്പികമായതാണ്. അങ്ങനെ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന 5 കോമ്പിനേഷൻസ്, 5 കൺസംഷൻ ബണ്ടിലുകളാണ്. ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന സംതൃപ്തി, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് തുല്യമാണ്. ഇൻഡിഫറൻറ്റ് ബണ്ടിലുകളാണ് ഇതൊക്കെ. ഇതിനെ നമ്മളൊന്ന് ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്ത് നോക്കുക. കാരണം ഇവിടെ എക്സ് വൈ എന്ന് പറയാലോ അല്ലേ. എക്സ് വൈ 2 വസ്തുക്കളല്ലേ, ആപ്പിൾ ഓറഞ്ച്. എക്സ് വൈ എന്നുള്ള വേരിയബിൾ കൊടുത്തു എന്നുള്ളൂ. ഇതിനെ നമ്മളൊന്ന് ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്ത് നോക്കുക. ഈ ഇൻഡിഫറൻറ്റ് ബണ്ടിലുകളെ നമ്മളൊന്ന് ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണല്ലോ, വൈ ആക്സിസും എക്സ് ആക്സിസും. ഗുഡ് വണ്ണ് എന്ന് പറയുന്നത് എക്സ് അല്ലേ, ആപ്പിൾ എന്ന് പറയുന്നതാണ് എക്സ് ആക്സിസിൽ കൊടുത്തത്. ഗുഡ് 2 വൈ ആക്സിസിൽ കൊടുത്തു. ഗുഡ് 2 എന്ന് പറയുന്നത് ഓറഞ്ച്, ഇവിടെ വൈ എന്ന് പറയുന്നത്. എന്ത് വേണമെങ്കിലും ആവാം. ഇവിടെ ഒരു സൗകര്യത്തിന് വേണ്ടി ആപ്പിൾ ഓറഞ്ച് എടുത്തു എന്നുള്ളൂ. ഏത് സാധനങ്ങളും ആവാലോ. ഒരു കൺസ്യൂമർ വാങ്ങിക്കുന്ന സാധനങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധനങ്ങളുണ്ട്. നമ്മളിവിടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി 2 വസ്തുക്കൾ എടുത്തു എന്നുള്ളൂ. ആ 2 വസ്തുക്കളിൽ കുറച്ചുകൂടി ഫെമിലിയാരിറ്റിക്ക് വേണ്ടി നമ്മൾ ആപ്പിൾ ഓറഞ്ച് എടുത്തു എന്നുള്ളൂ. തിയറിയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 1 2 3 4 5 വരെ പോകുന്നത്, അത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. 1 2 3 4 5. വൈ എന്ന് പറയുന്നത് മാക്സിമം പോകുന്നത് 11 ആണ് അല്ലേ, മാക്സിമം 11 ആണ്. അപ്പം നമ്മളിവിടെ ഒരു 2ൻ്റെ ഡിഫറൻസിലിട്ടു. ഗുഡ് 2 എന്ന് പറയുന്നത് നമ്മൾ 2ൻ്റെ ഡിഫറൻസിലിട്ടു. ഇനി ആദ്യത്തെ കോമ്പിനേഷൻ എടുത്ത് നോക്കുക. എ എന്ന് പറയുന്ന കോമ്പിനേഷൻ, ആപ്പിൾ എന്ന് പറയുന്നത് 1 യൂണിറ്റ്, ദെൻ ഓറഞ്ച് എന്ന് പറയുന്നത് 11 യൂണിറ്റ്. 11 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലാണല്ലോ വരുന്നത്, ഈ 1ന് നേരെ. ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുത്ത് നോക്കുക. ആപ്പിൾ എന്ന് പറയുന്നത് 2, ഓറഞ്ച് എന്ന് പറയുന്നത് 7. 7 എന്ന് പറയുമ്പോൾ ഈ 6നും 8ൻ്റെ ഇടയിൽ 2ന് നേരേക്ക് ഇവിടെ കൊടുന്ന് വെച്ചു, അവിടെ ഒരു പോയിന്റ്. ദെൻ സി എന്ന് പറയുന്നത്, ആപ്പിൾ എന്ന് പറയുന്നത് 3 യൂണിറ്റ്,
ഓറഞ്ച് എന്ന് പറയുന്നത് 4 ഇങ്ങനെ മൂന്നിനും കൃത്യമായിട്ട് സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അകലങ്ങൾ കൃത്യമായിട്ട് കിട്ടും. ദെൻ ഡി എന്ന് പറയുന്നത് ആപ്പിൾ 4 യൂണിറ്റ്, ഓറഞ്ച് 2 യൂണിറ്റ്, 4 2 അല്ലേ, ഇവിടെ വന്നു. ദെൻ ഇ എന്ന് പറയുന്ന കോമ്പിനേഷൻ ആപ്പിൾ 5, ഓറഞ്ച് 1 യൂണിറ്റാണ്. അപ്പോൾ ഈ 2നും താഴെയാണ് ഏകദേശം ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇങ്ങനെ നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യുകയാണ്, ഇതിനെ ചേർത്ത് വരയ്ക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് വരച്ച് കഴിഞ്ഞു. ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് ആണ്. ഇങ്ങനെ ഒരു കർവ് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻഡിഫറൻറ്റ് ബണ്ടിലുകൾ ABCDE തുല്യമായ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന 5 ബണ്ടിലുകളെ അവിടെ ABCDE അല്ലേ, ഇത്തരം ബണ്ടിലുകൾ ജോയിൻ ചെയ്താണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇൻഡിഫറൻറ്റ് ബണ്ടിലുകളെ ചേർത്ത് വരച്ചത് കൊണ്ട് ഈ കർവിനെ നമ്മൾക്ക് ഇൻഡിഫറൻറ്റ് കർവ് എന്ന് പറയാം. എന്താണ് ഇൻഡിഫറൻറ്റ് കർവ് എന്ന് പറഞ്ഞാൽ ഉദാസീന വക്രം. അതിനെ നമുക്ക് IC എന്നും പറയാം, ഇൻഡിഫറൻറ്റ് കർവ്. എന്താ ഇൻഡിഫറൻറ്റ് കർവ് എന്ന് പറയുന്നത്? എ കർവ് joining all points representing bundles among which the consumer is indifferent is called an indifference curve. Indifferent curve is a boundary concept which separate preferred bundle and inferior bundle. എന്താ ഇവിടെ പറയുന്നത്? ഇൻഡിഫറൻറ്റ് കർവ് എന്ന് പറയുന്നത് ഒരു കർവ് joining all points representing bundles among which the consumer is indifferent. കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള എല്ലാ ബണ്ടിലുകളെയും ജോയിൻ ചെയ്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കർവാണ് ഇൻഡിഫറൻറ്റ് കർവ്. കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള, ഇവിടെ കണ്ടല്ലോ ABCDE, ഈ 5 ബണ്ടിലുകളിൽ നിന്നും ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ തുല്യമാണ്. അവിടെ കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആണ്. അത്തരത്തിൽ കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഈ 5 പോയിൻറ്റുകളെ ജോയിൻ ചെയ്തുകൊണ്ട് വരക്കുന്ന ഈ കർവിനെയാണ് ഇൻഡിഫറൻറ്റ് കർവ് എന്ന് പറയുന്നത്. ഒന്നുകൂടി അതിൽ പറഞ്ഞു പോകുന്നു. ഇൻഡിഫറൻറ്റ് കർവ് ഈസ് എ ബൗണ്ടറി കൺസെപ്റ്റ് വിച്ച് സെപ്പറേറ്റ് പ്രിഫേർഡ് ബണ്ടിൽ ആൻഡ് ഇൻഫീരിയർ ബണ്ടിൽ. ഇൻഡിഫറൻറ്റ് കർവ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി കൺസെപ്റ്റ് കൂടിയാണ്. അത് എന്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? പ്രിഫേർഡ് ബണ്ടിലുകളും അതുപോലെ ഇൻഫീരിയർ ബണ്ടിലുകളെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രിഫറൻസസ് എന്ന് പറയുന്നിടത്ത് ഒരു മൊണോട്ടോണിക് പ്രിഫറൻസസ് എന്ന് പറയുന്നതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൊണോട്ടോണിക് പ്രിഫറൻസസ് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ എനി 2 ബണ്ടിൽസ്, അത് X1 X2 ആൻഡ് Y1 Y2, ഈ 2 ബണ്ടിലുകളാണ് കൺസംഷൻ ബണ്ടിലുകൾ. X1 X2 എന്ന് പറയുന്ന ഒരു കൺസംഷൻ ബണ്ടിലും Y1 Y2 എന്ന് പറയുന്ന മറ്റൊരു കൺസംഷൻ ബണ്ടിലും. ഇഫ് X1 X2 ഹാസ് മോർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഗുഡ്സ് and no less of the other good compared to Y1 Y2, then consumer prefer X1 X2. This kind of preferences are called monotonic preferences. ഇത് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം 1-1 എന്ന് പറയുന്ന ഒരു കൺസംഷൻ ബണ്ടിൽ, 2-1 മറ്റൊരു കൺസംഷൻ ബണ്ടിൽ, 1-2 എന്ന് പറയുന്ന വേറൊരു കൺസംഷൻ ബണ്ടിൽ, 2-2 എന്ന് പറയുന്ന മറ്റൊരു കൺസംഷൻ ബണ്ടിൽ. ഇവിടെ കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് ഏതായിരിക്കും? മൊണോട്ടോണിക് ആണെങ്കിൽ 2-2 എന്ന് പറയുന്നതാണ്. അതെന്താ കാര്യം? 2 അളവ് എക്സും 2 അളവ് വൈയും കിട്ടുന്നുണ്ട്. മറ്റുള്ള ബണ്ടിലുകളൊക്കെ പരിശോധിച്ച് നോക്ക്. 2 അളവ് എക്സ് കിട്ടുന്ന ഒരു ബണ്ടിൽ വേറെ ഉണ്ട്, പക്ഷേ അവിടുത്തെ വൈയുടെ അളവ് 1 ആണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് വൈ 2 കിട്ടുന്നുണ്ട്, പക്ഷേ എക്സ് 1 കിട്ടുന്നുള്ളൂ. എന്നാൽ എക്സും വൈയും 2 അളവ് വെച്ച് കിട്ടുന്ന 2 യൂണിറ്റ് വെച്ച് കിട്ടുന്ന ആ ബണ്ടിലായിരിക്കും കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഈ 4 കൺസംഷൻ ബണ്ടിലുകൾ 1-1, 2-1, 1-2, 2-2 ഈ 4 കൺസംഷൻ ബണ്ടിലുകളിൽ നിന്ന് ഒരു കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് 2-2 എന്ന് പറയുന്ന കൺസംഷൻ ബണ്ടിലായിരിക്കും. ഇത്തരം പ്രിഫറൻസസിനെയാണ് മൊണോട്ടോണിക് പ്രിഫറൻസസ് എന്ന് പറയുന്നത്. അവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഈ ഇൻഡിഫറൻറ്റ് കർവ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി ആണ്. ഒരു പ്രിഫേർഡ് ബണ്ടിലും അതുപോലെ ഇൻഫീരിയർ ബണ്ടിലിൻ്റെയും ഇടയിലുള്ള ഒരു ബൗണ്ടറി കൂടിയാണെന്ന്. ഇപ്പോൾ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇൻഡിഫറൻറ്റ് കർവിൻ്റെ മുകളിലായിട്ട് എഫ്.
സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കുമല്ലോ. ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എഫ് എന്ന് പറയുന്ന കൺസംഷൻ ബണ്ടിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് ഇതിനെയാണ് പ്രിഫേർഡ് ബണ്ടിൽ എന്ന് പറയുന്നത്. പ്രിഫേർഡ് ബണ്ടിൽ. എന്നാൽ ജി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഇതിനുള്ളിൽ, ഇൻഡിഫറൻറ്റ് കർവിനുള്ളിലായിട്ടൊരു പോയിന്റ്, ഈ എയും ബിയും സിയും ഡിയും ഇയും ഇവിടെ നിന്നൊക്കെ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ തുല്യമാണെങ്കിൽ, മൊത്തം ഉപയുക്തത തുല്യമാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ജി എന്ന് പറയുന്നത് ഇതിന് താഴെ കിടക്കുന്ന ഒരു കൺസംഷൻ ബണ്ടിലാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഇൻഫീരിയർ ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിഫറൻറ്റ് കർവിന് അകത്ത് കിടക്കുന്ന ബണ്ടിലുകളെ ഇൻഫീരിയർ ബണ്ടിലെന്നും ഇൻഡിഫറൻറ്റ് കർവിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന കൺസംഷൻ ബണ്ടിലിനെ നമുക്ക് പ്രിഫേർഡ് ബണ്ടിൽ എന്നും പറയാം. ഇവിടെ ഇൻഡിഫറൻറ്റ് കർവ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി കൂടിയാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞു. ഇനി ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്ക്. ഇവിടെ ഈ കൺസംഷൻ ബണ്ടിലുകൾ ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന സെയിം സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത് തുല്യമാണെന്ന് പറഞ്ഞപ്പോഴും എ എന്ന് പറയുന്നതിൽ നിന്ന് ബി എന്ന് പറയുന്നതിലേക്ക് മാറിയപ്പോൾ ഒരു വസ്തുവിൻ്റെ അളവ് കൂടുന്നുണ്ട്, മറ്റൊരു വസ്തുവിൻ്റെ അളവ് കുറയുന്നുണ്ട്, അല്ലേ? ആപ്പിളിൻ്റെ 1 നിന്ന് 2 ആയിട്ട് ആപ്പിൾ വർദ്ധിപ്പിക്കുകയാണ് കൺസംഷൻ ബണ്ടിലിൽ. അതേസമയം ഓറഞ്ച് 11 നിന്ന് 7 ആയിട്ട് അതിൻ്റെ അളവ് കുറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ അളവ് കൂടുന്നതിന് വേണ്ടി മറ്റൊരു വസ്തുവിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്, പ്രതിസ്ഥാപനം വെക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 നിന്ന് 7 ആകുമ്പോൾ 4 ഓറഞ്ചുകൾ കുറയുകയാണ്. 4 ഓറഞ്ച് ഒരു കൺസ്യൂമർ കുറച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൺസംഷൻ ബണ്ടിലിലേക്ക് ഒരു ആപ്പിളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. ഇനി ഇവിടെ നിന്ന് ബിയിൽ നിന്ന് സിയിലേക്ക് നോക്ക്, 2 നിന്ന് 3. വീണ്ടും ആപ്പിളിൻ്റെ ഒരു ആപ്പിൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഓറഞ്ച് എത്ര എണ്ണം കുറക്കുന്നുണ്ട്? 3 എണ്ണം കുറക്കുന്നുണ്ട്. 3 ഓറഞ്ച് വിട്ടു കൊടുക്കുമ്പോഴാണ് പിന്നീട് അദ്ദേഹത്തിന് ഒരു ആപ്പിൾ കൂടുതലായിട്ട് ലഭിക്കുന്നത്. ദെൻ 3 നിന്ന് 4 വീണ്ടും ഒരു ആപ്പിൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എത്ര ഓറഞ്ച് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. 2 ഓറഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വസ്തു കൂടുതലായിട്ട് ലഭിക്കാൻ മറ്റൊരു വസ്തുവിൻ്റെ അളവ് ഇങ്ങനെ കുറച്ചു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കുറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാലോ, ഒരു ആപ്പിളിൽ നിന്ന് രണ്ടാമത്തെ ഒരു ആപ്പിളിലേക്ക് മാറാൻ 4 ഓറഞ്ച് വിട്ടുകൊടുക്കാൻ ആ കൺസ്യൂമർ തയ്യാറാണ് ആ കോമ്പിനേഷനിൽ. എന്നാൽ 2 നിന്ന് 3 വീണ്ടും ഒരു ആപ്പിൾ കൂടി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് കൂടുതൽ ആപ്പിൾ, വീണ്ടും തുടർച്ചയായിട്ട് കൂടുതൽ ആപ്പിൾ അദ്ദേഹം കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് ലഭിക്കുന്ന ഉപയുക്തത കുറയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം 3 ഓറഞ്ച് വിട്ടു കൊടുക്കാനേ തയ്യാറാവുന്നുള്ളൂ. ദെൻ 3 നിന്ന് 4 വീണ്ടും ഒരു ആപ്പിൾ കൂടി അദ്ദേഹം അഡീഷണലായിട്ട് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് ആപ്പിളിൽ നിന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കുറയുന്നത് കൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടിങ് അദ്ദേഹം കുറവേ വിട്ടു കൊടുക്കാൻ തയ്യാറാവുള്ളൂ. 2 നിന്ന് 2. ദെൻ വീണ്ടും ആപ്പിൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓറഞ്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും. ഇത് അവിടെ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് പോരാവുന്നതാണ്. എന്നാൽ അതേ സമയം തന്നെ നോക്കേണ്ടത്, ഒരു വസ്തുവിൻ്റെ അളവ് ഇങ്ങനെ വർദ്ധിപ്പിച്ചു വരുമ്പോൾ മറ്റൊരു വസ്തുവിൻ്റെ അളവ് ഇങ്ങനെ കുറയ്ക്കേണ്ടതുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു അളവിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നോക്കി നോക്കുക, ഇത് ഇനി കൺഫ്യൂസിങ് ആവണ്ട. ഇവിടെ ഇത്രേ ആലോചിക്കേണ്ടതുള്ളൂ. നമ്മൾ ഒരു ആപ്പിൾ, ഇത് ആപ്പിളാണല്ലോ, ഗുഡ് വൺ എന്ന് പറയുന്നത് ആപ്പിളാണല്ലോ. ഒരാപ്പിൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ 11 യൂണിറ്റ് ഓറഞ്ച് ഉപഭോഗം ചെയ്തിരുന്നു. ഇനി രണ്ടാമത്, 1 നിന്ന് 2 ഇത്രയും ആപ്പിളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇത്രയും ഓറഞ്ച് വിട്ടുകൊടുത്തിട്ടുണ്ട്. അടുത്തതിലേക്ക് നോക്ക്, വീണ്ടും ആപ്പിളിൻ്റെ അളവ് 1 യൂണിറ്റ് തന്നെ സെയിം ആണ്. അത്രയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത്രയേ വിട്ടുകൊടുക്കേണ്ടി വന്നുള്ളൂ. ഈ അകലം തമ്മിൽ നോക്കിയാൽ കാണാമല്ലോ. ദെൻ വീണ്ടും ആപ്പിൾ സെയിം തന്നെ, ഈ അളവ് ഇവിടെ തുല്യമായിട്ട് തന്നെ ഓരോന്നല്ലേ ആപ്പിൾ വർദ്ധിക്കുന്നുള്ളൂ. ഇവിടെ വിട്ടുകൊടുക്കുന്നതിൻ്റെ അളവ് കുറയുന്നു. വീണ്ടും ആപ്പിളിൻ്റെ അളവ് സെയിം തന്നെ ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ ഓറഞ്ച് വിട്ടുകൊടുക്കുന്നതിൻ്റെ അളവ് കുറയുന്നു. ഇതിനെ നമ്മൾക്ക് ന്യൂമറിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ MRS എന്ന് പറയുമ്പോൾ അത് കാണാൻ ചേഞ്ച് ചെയ്ത y ഡിവൈഡഡ് ബൈ ചേഞ്ച് ചെയ്ത x, ചേഞ്ച് ചെയ്ത ΔY ബൈ ΔX എന്നുള്ളതിലേക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്ന് ആദ്യത്തിലേക്ക് നോക്കുക.
ഇവിടെ ആദ്യത്തെ കേസിൽ എ എന്ന് പറയുന്ന കേസിൽ ഇതിനെ മുന്നേ എത്ര ചേഞ്ച് ചെയ്തതെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടു. ഇനി ബി എന്നുള്ളതിലേക്ക് മാർജിനൽ റേറ്റ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത വൈ എത്ര 11 നിന്ന് 7 ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 യൂണിറ്റ് ചേഞ്ച് ചെയ്തു. എക്സോ ചേഞ്ച് ചെയ്ത എക്സ് 1 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയത് എത്ര 4. ഇനി അടുത്തതിൽ 7 നിന്ന് 4 3 യൂണിറ്റാണ് വൈ ചേഞ്ച് ചെയ്തത്. എക്സ് 2 നിന്ന് 1 1 യൂണിറ്റ് 3. ദെൻ 4 നിന്ന് 2 2 3 നിന്ന് 1 ഇവിടെ കിട്ടിയത് 2. ഇവിടെയോ 2 നിന്ന് 1 1 യൂണിറ്റ് 4 നിന്ന് 1 ഇത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. കൺസംഷൻ ബണ്ടിലിൽ ഒരു വസ്തുവിൻ്റെ അളവ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ മറ്റൊരു വസ്തു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതിൻ്റെ റേറ്റ് മാർജിനൽ റേറ്റ്, അഡീഷണൽ ആവുന്ന സീമാന്തമാവുന്ന റേറ്റ് എന്ന് പറയുന്നത്, അതിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിനെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം 4 3 2 1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നു, ഡിമിനിഷ് ചെയ്യുന്നു. ഇത് വെളിവാക്കുന്നത് എന്താണ്? ഒരു വസ്തു അധികമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് അപജയപ്പെടുന്നുണ്ട്, കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വസ്തു കൂടുതലായിട്ട് വാങ്ങിക്കാൻ വേണ്ടി മറ്റൊരു വസ്തു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ അളവ് കുറക്കും. കാരണം 11 നിന്ന് 7 ആയിട്ട് വിട്ടുകൊടുത്തിട്ടാണ്, 4 യൂണിറ്റ് ഓറഞ്ച് വിട്ടുകൊടുത്തിട്ടാണ് രണ്ടാമതൊരു ആപ്പിൾ അദ്ദേഹം കൺസംഷൻ ബണ്ടിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ മൂന്നാമതൊരു ആപ്പിൾ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം 4 യൂണിറ്റ് ഓറഞ്ച് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല, 3 യൂണിറ്റ് വിട്ടുകൊടുക്കാനേ തയ്യാറാവുന്നുള്ളൂ. ദെൻ നാലാമതൊരു ആപ്പിൾ കൂടി ആ ബണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം 2 യൂണിറ്റ് ഓറഞ്ച് വിട്ടുകൊടുക്കാൻ. അത് കാരണം ആപ്പിളിൽ നിന്ന് അധികമായിട്ട് ലഭിക്കുന്ന യൂട്ടിലിറ്റി കുറവാണെന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ റേറ്റ് അതിങ്ങനെ അപജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളൊരു തിയറി കൂടി പറയുകയാണ്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതാണ് അതിൻ്റെ കാരണം, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണത്? ദ എമൗണ്ട് ഓഫ് ഗുഡ് ടു ദ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ഗിവ് അപ്പ് ഫോർ ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഗുഡ് വൺ declines as the consumer has more and more of good one. എന്താ ഇവിടെ പറയുന്നത്? the amount of good to എന്ന് പറയുന്നത് കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ഗിവ് അപ്പ്, വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു. ഓറഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ അളവ് വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു. ഫോർ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഗുഡ് വൺ, ഒരു അധിക യൂണിറ്റ് ആയിട്ടുള്ള ആപ്പിൾ കിട്ടുന്നതിന് വേണ്ടി. ഗുഡ് വൺ ആപ്പിൾ ആണല്ലോ. ഡിക്ലൈൻ ആസ് ദ കൺസ്യൂമർ ഹാസ് മോർ ആൻഡ് മോർ ഓഫ് ഗുഡ് വൺ. ഒന്നാമത്തത് ഗുഡ് വൺ എന്ന് പറയുന്ന ആപ്പിൾ കൂടുതൽ കിട്ടാൻ വേണ്ടി അദ്ദേഹം ഓറഞ്ചിൻ്റെ അളവ് വിട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആപ്പിൾ കിട്ടുന്നതിന് വേണ്ടി കുറഞ്ഞ അളവിൽ ഓറഞ്ചേ വിട്ടുകൊടുക്കുന്നുള്ളൂ. ആ അളവ് ഡിക്ലൈൻ ചെയ്യുന്നു. ഇതിനെ ചേർത്ത് പറയുന്ന നിയമമാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസും ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇൻഡിഫറൻസ് കർവിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെയായിരുന്നല്ലോ. ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഈ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് ആണ്, കോൺവെക്സ് ടു ഒറിജിൻ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നിടത്ത് ആദ്യത്തെ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് ആർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ ചെരിഞ്ഞു വരുന്നതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻഡിഫറൻസ് കർവ് ആർ കോൺവെക്സ് ടു ഒറിജിനിലേക്ക് അത് കോൺവെക്സ് ആയിരിക്കും അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് പറയാവുന്ന ഒരു പ്രോപ്പർട്ടി, ഇൻഡിഫറൻസ് കർവ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഒരു ഇൻഡിഫറൻസ് കർവും മറ്റൊരു ഇൻഡിഫറൻസ് കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇവിടെ കാണുന്നത് പോലെ IC1 രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ, ഇത് രണ്ടും ചേർന്ന് വരില്ല. കാരണം ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് സെയിം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കൺസംഷൻ ബണ്ടിലുകൾ ചേർത്തുകൊണ്ടുള്ളതാണ്. പിന്നെ മറ്റൊരു കൺസംഷൻ ബണ്ടിൽ വരുമ്പോൾ ഒന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ പാരലലായിട്ട് ഇൻഡിഫറൻസ് കർവ് പോകും. അത് നമുക്ക് ഇൻഡിഫറൻസ് മാപ്പ് എന്നുള്ളിടത്ത് കൂടുതലായിട്ട് കാണാൻ സാധിക്കും.
മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹയർ ഇൻഡിഫറൻസ് കർവ് ഡിനോട്ട്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, IC1, IC2, IC3, IC4 ഇങ്ങനെ 4 ഇൻഡിഫറൻസ് കർവുകൾ തന്നിട്ടുണ്ട്. IC1 എന്ന് പറയുന്ന ആ ഇൻഡിഫറൻസ് കർവിലുള്ള കൺസംഷൻ ബണ്ടിലുകളെല്ലാം നൽകുന്നത് ഒരേ ലെവലിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എന്നാൽ IC2യിലുള്ള കൺസംഷൻ ബണ്ടിലുകൾ IC1ലുള്ളതിനേക്കാൾ സാറ്റിസ്ഫാക്ഷൻ കൂടുതലുള്ളതായിരിക്കും. അങ്ങനെ ആ ആരോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, മുകളിലോട്ട് പോകും തോറും ഹയർ ഇൻഡിഫറൻസ് കർവ് ഡിനോട്ട്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. IC1ൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ IC2യിലുള്ള കൺസംഷൻ ബണ്ടിലിൽ നിന്ന് ലഭിക്കും. ഈ 4 പ്രധാനമായിട്ടും ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടു കഴിഞ്ഞു. ഇനി ഇൻഡിഫറൻസ് കർവിൻ്റെ ഇതുപോലെ IC1 ഇതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന മറ്റൊരു കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ ABCD എന്ന് പറയുന്ന 5 കോമ്പിനേഷൻ ബണ്ടിലുകളാണ് ഇവിടെയെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വേറൊരു 5 ബണ്ടിലുകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കുമല്ലോ അതിൻ്റെ കർവ് പോകുന്നത്. അത് IC1, ഇതുപോലെ IC2 ഇങ്ങനെ പറയുന്ന ഇൻഡിഫറൻസ് കർവുകൾ ചേർന്ന് വരുമ്പോൾ ഒരു ഫാമിലി ഓഫ് ഇൻഡിഫറൻസ് കർവ്, അത് ദാറ്റ് ഈസ് ഇൻഡിഫറൻറ്റ് മാപ്പ് എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് എ ഫാമിലി ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് ഈസ് കോൾഡ് ആൻ ഇൻഡിഫറൻറ്റ് മാപ്പ്. ഇവിടെ ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവുകൾ ഒരു ഡയഗ്രത്തിൽ ചേരും. ഇതാണ് ഫാമിലി ഓഫ് ഇൻഡിഫറൻസ് കർവ്. ദ ആരോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ബണ്ടിൽസ് ഓൺ ഹയർ ഇൻഡിഫറൻസ് കർവ് ആർ പ്രിഫേർഡ് ബൈ ദ കൺസ്യൂമർ ടു ദ ബണ്ടിൽ ഓൺ ലോവർ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ പറഞ്ഞു IC1, IC2, IC3, IC4 ഇവിടെ 4 ഇൻഡിഫറൻസ് കർവുകൾ. ഈ 4 ചേർന്ന് വന്നതുകൊണ്ടാണ് ഇതിനെ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിച്ചത്, എ ഫാമിലി ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇവിടെ നമ്മൾ ഇൻഡിഫറൻറ്റ് മാപ്പിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇൻഡിഫറൻറ്റ് മാപ്പും ഇൻഡിഫറൻസ് കർവും അതിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ ഇൻഡിഫറൻറ്റ് കൺസംഷൻ ബണ്ടിലുകളിൽ ഉണ്ടാവുന്ന അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടിങ് നിരക്കുകൾ, അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു തിയറി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോട്ടിലേക്ക് അത് വളരെ കൃത്യമായിട്ട് വരച്ചു വെക്കണം, എഴുതി വെക്കണം. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ലൈഡുകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ടെക്സ്റ്റ് കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ നോട്ടിലേക്ക് കൃത്യമായിട്ട് അത് എഴുതി വെക്കുക. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയൊരു മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ വരാവുന്ന കൂടുതൽ ഉപചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു ഭാഗം കൂടിയാണ്. മാത്രമല്ല നല്ല ഒരു കൺസ്യൂമർ ബിഹേവിയറിലെ നല്ലൊരു തിയറി കൂടിയായിരുന്നു ഇത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, നോട്ട് പൂർത്തിയാക്കി വെക്കുക. ഏതായിരുന്നാലും ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം ഈ ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഓക്കെ, ബൈ.